കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അനർട്ട് നടപ്പിലാക്കുന്ന PM കുസും പദ്ധതിയിൽ നടക്കുന്ന അഴിമതിയിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന ചെന്നിത്തലയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയിലെ അഴിമതി ആരോപണത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടക്കുകയാണെന്നും തെറ്റുണ്ടെങ്കിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അനർട്ട് നടപ്പിലാക്കുന്ന PM കുസും പദ്ധതിയിൽ നടക്കുന്ന അഴിമതിയിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന ചെന്നിത്തലയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. ആരോപണം തെളിയിക്കാൻ ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കൈവശമുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അത് ഹാജരാക്കണം. നീണ്ട പൊതുജീവിതത്തിൽ ഇന്നുവരെ അഴിമതി ആരോപണം കേൾക്കേണ്ടി വന്നിട്ടില്ല. പ്രായമായി ഇനിയും അഴിമതിക്കറ പുരളാൻ അനുവദിക്കില്ല. അഴിമതിയെക്കുറിച്ചുള്ള പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. 15-നകം റിപ്പോർട്ട് തരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ ചെന്നിത്തല ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ ആരെയും കുറ്റപ്പെടുത്താനില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. CAGM സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റ് തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഏറ്റെടുക്കും. ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒന്നാമത്തെ വടക്കേ ഇന്ത്യക്കാരൻ അയാൾ എന്താ വെച്ചാൽ പവർ ഹൈഡ്രൽ ടൂറിസം ഒക്കെ ലാഭത്തിൽ കൊണ്ടുവന്നു. അനർട്ടിൻ്റെ കുസുമം പദ്ധതി നന്നായിട്ട് നടപ്പാക്കും. അതല്ലാണ്ട് നമുക്ക് അതിൻ്റെ പേരിൽ എന്ത് നടന്നു എന്നുള്ളതൊന്നും നമ്മൾ എൻ്റെ ലെവലിൽ അറിയണതല്ലല്ലോ. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്, നല്ല ഉദ്യോഗസ്ഥനല്ലേ. നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചാൽ ചെയ്യണ്ടോ എന്നുള്ളതല്ലേ നമുക്ക് നോക്കണ്ടല്ലോ. അതിൽ നിങ്ങളെ ഇപ്പോൾ ഒരു ഇവിടേക്ക് അയച്ചു പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കള്ളത്തരം കാണിച്ചാൽ എങ്ങനെയാണ് നമുക്കറിയാം? അത് ചെയ്താലല്ലേ അറിയുള്ളൂ. അത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഇതൊരു അന്വേഷണം നടത്താണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പറയും, ജനാധിപത്യത്തിൽ ഒരു സംവിധാനമില്ലേ? ഈ വിഷയത്തിൽ ഈ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ഇപ്പോൾ രമേശിന്റെ അടുത്തുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു. അതിനു മുമ്പ് ഇതിൽ ഇത്തിരി അപാകതകളുണ്ട് എന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിലനിർത്തുമോ? അതില്ലാത്തത് കൊണ്ടാണല്ലോ. ഒരു ആരോപണം വന്നു, പത്രവാർത്ത വന്നു അട്ടപ്പാടിയെ കുറിച്ച്. അതിൽ ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തി. ഇല്ല, റിപ്പോർട്ട് അപ്പോഴേക്കും അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് അതും കൂടി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചില്ലേ, കേട്ടില്ലേ? എന്താ അറിയാതാ? കൂടാതെ വിവിധ പ്രവൃത്തികളിലെ ടെൻഡറുകളെ അഴിമതി എന്ന വാർത്തകളെക്കുറിച്ച് മുമ്പ് നിർദ്ദേശിച്ച പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടും ഉടനെ തരേണ്ടതാണ്. നിസ്സാരമായ ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇത്രത്തോളം അന്വേഷണം നടത്തിയിട്ടുണ്ടോ? നിങ്ങളെന്താ അതങ്ങനെയൊന്നും പറയണ്ട. ഇത് കിട്ടിയ ഉടനെ പത്രവാർത്ത കിട്ടിയത് തന്നെ അന്വേഷണത്തിന് റിപ്പോർട്ട് എഴുതിച്ചു. ഇതിനേക്കാളൊക്കെ എത്ര വലിയ വാർത്ത വന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ല. പിന്നീട് വേറെ ആളെ ഒരു വിഷയം എത്തിക്കുന്നു. ഇനി അയാൾ ട്രാൻസ്ഫർ ചെയ്ത് വീണ്ടും അന്വേഷണം നീണ്ടു പോവല്ലേ? അപ്പൊ ഇതിനൊരു ജുഡീഷ്യൽ അന്വേഷണമല്ലേ തീർച്ചയായിട്ടും വേണ്ടത്? മന്ത്രിതലത്തിൽ അങ്ങനെ ഇല്ല. അതെങ്ങനെയാണ്? ഇത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണ്ടേ? പ്രാഥമികമായ അന്വേഷണം നടത്തണ്ടേ? നിങ്ങളെന്താ ഈ പറയണത്? ഇത് ജനാധിപത്യമല്ലേ? വെറുതെ ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞിട്ടാണ് നടത്താൻ പറ്റുമോ? ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പൂർത്തിയാക്കാത്താണ് 25-ആം തീയതി ഇവിടെ വരും. ഞങ്ങളായിട്ട് ഇന്ന് ചർച്ച ചെയ്തിട്ട് ഒരു ടൈമായി ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് തരും. അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും.